ഡിയർ സ്റ്റുഡൻസ്, ശനിയാഴ്ച സ്കൂളിൽ വർക്കിംഗ് ഡേ ആയിരിക്കും. അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും. അത് അറ്റൻഡ് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ നോട്ട്ബുക്കിൽ എഴുതണം. ഞായറാഴ്ച വരുമ്പം നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം. ഓക്കെ, നമുക്ക് ഭിന്നസംഖ്യകൾ എന്ന അധ്യായത്തിനെ കുറിച്ചാണ് ഇന്നും നാളെയും മറ്റന്നാളുമുള്ള ക്ലാസ് ഉണ്ടാകുക. നമുക്ക് ഭിന്നസംഖ്യ എന്താണ്, ഫ്രാക്ഷൻ എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഒരു അംശം, ഒരു ഛേദം, ഒരംശവും ഒരു ഛേദവും ഉള്ള സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഫ്രാക്ഷൻ ഈസ് എൻ എക്സ്പ്രഷൻ ഹാവിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. മുകളിൽ നമ്മൾ എഴുതുന്നത് ന്യൂമറേറ്ററാണ്, അംശമാണ്. താഴെ എഴുതുന്നത് ഛേദമാണ്. ഇത് വായിക്കുക. ഇംഗ്ലീഷ് ശീലം 4/5 എന്നും മലയാളത്തിലെ ശീലം 5/4 എന്നുമാണ്. ഈ പാഠത്തിലുടനീളം ഇംഗ്ലീഷ് ശീലമായ 4/5 എന്നാണ് ഞാൻ ഉപയോഗിക്കുക. സ്കൂളിൽ ടീച്ചേഴ്സും അത് തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുക. ഇത് ഇംഗ്ലീഷ് ശീലമാണ്. 4/5, 4/5. ഇത് അംശം മുകളിൽ എഴുതുന്നതാണ് ന്യൂമറേറ്റർ, ഛേദം താഴെ എഴുതുന്നതാണ് ഡിനോമിനേറ്റർ. എന്താണ് ഈ 4/5 എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു സാധനത്തിനെ ഛേദം 5 തുല്യ ഭാഗങ്ങളാക്കുക. എന്നിട്ട് അതിൽ നിന്നും 4 ഭാഗങ്ങൾ എടുക്കുക. ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്ത ചിത്രം, ഷെയ്ഡ് ചെയ്ത ഭാഗം ആകെ 5 ഭാഗമാക്കി അതിൽ 4 ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് സൂചിപ്പിച്ചാൽ 4/5 എന്ന് പറയാം. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് സൂചിപ്പിച്ചാൽ ആകെ 5 കഷണങ്ങളാക്കി അതിൽ ഒരു കഷണം ഷെയ്ഡ് ചെയ്യാതെ വെച്ചു. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 4/5, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 1/5. വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനൊരു വൃത്തം വരച്ചു. വൃത്തത്തിനെ തുല്യമായ 1, 2, 3, 4, 5, 6 ഭാഗങ്ങളാക്കി മാറ്റി. 1, 2, 1, 2, 3, 1, 2, 3, 6 ഭാഗങ്ങളാക്കി. ഇതിനെ 2 ഭാഗത്തിന് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ എഴുതാൻ പറഞ്ഞാൽ ആകെ ഞാൻ 6 തുല്യ ഭാഗങ്ങളാക്കി അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 2/6. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ എത്രയായിരിക്കും? ആകെ ഞാൻ 6 തുല്യ ഭാഗങ്ങളാക്കി ഷെയ്ഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് 1, 2, 3, 4. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 2/6, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 4/6. അടുത്ത ഒരു ചിത്രം ഞാൻ വരയ്ക്കാം. നിങ്ങൾ സ്വന്തമായി മനസ്സിൽ അതിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. എല്ലാം തുല്യ ഭാഗങ്ങളാണ് എന്ന് വിചാരിക്കണം. ഇവിടെ ഞാൻ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു.
ഇവിടെ ഷെയ്ഡു ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ എത്രയാണ്? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ എത്രയാണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ച് നോക്കിയേ. നിങ്ങളുടെ നോട്ട് കയ്യിലുണ്ടാവും, നോട്ടിൽ എഴുതണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി നോക്കിയേ. അപ്പോൾ ആകെ ഞാൻ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ആകെ ഞാൻ 16 ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് 1, 2, 3, 3, 3, 6. 6/16 ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ എത്രയാണ്? 1, 2, 3, 4, 5. 5ഉം 5ഉം 10. 10 ഷെയ്ഡ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 6/16. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിനെ കുറിക്കുന്ന ഭിന്നസംഖ്യ 10/16. ഇനി 3 ചോദ്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾക്ക് വൃത്തം വരച്ചോ ചതുരം വരച്ചോ ഭിന്നസംഖ്യകളെ അടയാളപ്പെടുത്തണം. 3 ചോദ്യം ഞാൻ തരാം. സ്വന്തമായി ഓരോ ചോദ്യവും എഴുതി ചെയ്തിട്ട് വേണം അടുത്ത ചോദ്യം എഴുതാൻ. വൃത്തം വരയ്ക്കുന്നവർക്ക് വൃത്തം വരയ്ക്കാം, ചതുരം വരയ്ക്കുന്നവർക്ക് ചതുരം വരയ്ക്കാം. ഒന്നാമത്തെ ചോദ്യം 3/10. രണ്ടാമത്തെ ചോദ്യം 6/8. ഷെയ്ഡ്, ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത ഭിന്നസംഖ്യയാക്കുക. 3/10 ഷെയ്ഡ് ചെയ്ത ഭാഗമായിരിക്കണം, അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. 6/8 ഷെയ്ഡ് ചെയ്ത ഭാഗമായിരിക്കണം, അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഭിന്നസംഖ്യ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അംശവും ഛേദവും ഉള്ള സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്. An expression having numerator and denominator. Different types of fractions. വിവിധ തരം ഭിന്നസംഖ്യകൾ. നമ്മുടെ ഭിന്നസംഖ്യ ലോകത്തിലേക്ക് കടന്നാൽ 4 തരത്തിൽപ്പെട്ട ഭിന്നസംഖ്യകളുണ്ട്. എത്ര തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്? There are 4 types of fractions. 4 തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്. അവയുടെ പേരുകൾ: സാധാരണ ഭിന്നം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോപ്പർ ഫ്രാക്ഷൻ. വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഒന്നിന് സമാനമായ ഭിന്നം, ഈക്വലന്റ് ഫ്രാക്ഷൻ. മിശ്ര ഭിന്നം, മിക്സഡ് ഫ്രാക്ഷൻ. ഇങ്ങനെ എത്ര തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്? 4 തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്. 4 types of fractions. ഒന്ന് സാധാരണ ഭിന്നം, പ്രോപ്പർ ഫ്രാക്ഷൻ. 2 വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. 3 ഒന്നിന് സമാനമായ ഭിന്നം, ഈക്വലന്റ് ഫ്രാക്ഷൻ. 4 മിശ്ര ഭിന്നം എന്ന മിക്സഡ് ഫ്രാക്ഷൻ. പറഞ്ഞു നോക്കി, കാണാതെ ഈ 4 പേരുകളും പഠിക്കണം. വിച്ച് ആർ ദ 4 types of fractions? ഏതൊക്കെയാണ് 4 തരം ഭിന്നസംഖ്യകൾ? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഈക്വലന്റ് ഫ്രാക്ഷൻ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻ. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, ഒന്നിന് സമാനമായ ഭിന്നം, മിശ്ര ഭിന്നം. ഇങ്ങനെ എത്ര തരം ഭിന്നസംഖ്യകളുണ്ട്? 4 തരം ഭിന്നസംഖ്യകളുണ്ട്. വളരെ വൃത്തിയായി എഴുതിയെടുക്കുക, കാണാതെ പഠിക്കുക. ചില കുട്ടികളുടെ ഫ്രഷ് നോട്ടിൽ, ചാപ്റ്റർ നോട്ടിൽ ഇതുണ്ടാകും. ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. ഓൺലൈൻ നോട്ടിൽ വളരെ വൃത്തിയായി ഇത് എഴുതുക. ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ. പഠിക്കാത്തവർ കുറച്ച് സമയമെടുത്ത് പഠിക്കുക. പഠിച്ചവർക്ക് മനസ്സിൽ ഇത് ഓർമ്മയുണ്ടാകും. ഒന്ന് ഓടിച്ച് ഒന്ന് എഴുതി കഴിയുമ്പോൾ അവർ പഠിക്കും. ഓക്കെ, നാല് തരം ഭിന്നസംഖ്യകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ തരമാണ് സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ. ഒരു ഭിന്നസംഖ്യ, ഉദാഹരണത്തിന് ഞാൻ പറയാം 7/20.
ഇവിടെ 20 എന്ന ഛേദത്തിനേക്കാൾ ചെറുതാണ് അംശം. ഒരു ഭിന്നസംഖ്യയുടെ അംശം ഛേദത്തിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് 20നേക്കാൾ ചെറുതാണ് മുകളിൽ എഴുതുന്നെങ്കിൽ 1, 2, 3, 4 അങ്ങനെ 19 വരെ മുകളിൽ എഴുതാം. 1/20, 2/20, 3/20, 4/20 ഇങ്ങനെ 19/20 വരെ എഴുതാം. 20/20 എഴുതാൻ പറ്റില്ല, കാരണം ഛേദവും അംശവും തുല്യമായി വരും. അംശം ഛേദത്തെക്കാൾ ചെറുത് ആയിട്ടുള്ള എല്ലാ ഭിന്നസംഖ്യകളെയും പറയുന്ന പേരാണ് സാധാരണ ഭിന്നം, പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് സാധാരണ ഭിന്നം? അംശം മുകളിൽ എഴുതുന്നത് അടിയിൽ എഴുതുന്നതിനേക്കാൾ വലുതായിരിക്കണം. ഒരു സാധാരണ ഭിന്നത്തിന്റെ വാല്യൂ എപ്പോഴും 1ൽ കുറവായിരിക്കും. അപ്പോൾ സാധാരണ ഭിന്നം എന്താണ് എന്ന്, പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയുക? ഒരു ഭിന്നസംഖ്യയുടെ അംശം മുകളിൽ എഴുതുന്നത് ഛേദത്തെക്കാൾ താഴെ എഴുതുന്നതിനേക്കാൾ വലുതാണെങ്കിൽ അത് സാധാരണ ഭിന്നമായിരിക്കും, പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും, വില 1ൽ കുറവായിരിക്കും. ഇത് കാണാതെ പഠിക്കണം. എപ്പോൾ ചോദിച്ചാലും സാധാരണ ഭിന്നം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം, കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ സാധാരണ ഭിന്നം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് സാധാരണ ഭിന്നം? ഒരു ഭിന്നസംഖ്യയുടെ അംശം ന്യൂമറേറ്റർ ഛേദത്തെക്കാൾ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുത് ആണെങ്കിൽ അത് സാധാരണ ഭിന്നമായിരിക്കും. ഒരു സാധാരണ ഭിന്നത്തിന്റെ വില, അതായത് വാല്യൂ, എപ്പോഴും 1ൽ കുറവായിരിക്കും. എക്സാമ്പിൾ 4/5, 1/2, 6/10, 7/20 ഇതൊക്കെ സാധാരണ ഭിന്നങ്ങളാണ്, പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, വൃത്തിയായി പഠിച്ചുകൊണ്ട് എഴുതുക. സാധാരണ ഭിന്നം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വിഷമ ഭിന്നം എന്താണെന്ന് നോക്കാം. സാധാരണ ഭിന്നം അംശം മുകളിൽ എഴുതുന്നത് ഛേദത്തിനേക്കാൾ ചെറുതായിരിക്കും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ അംശം ഛേദത്തിനേക്കാൾ വലുത് ആണെങ്കിൽ, അംശം ഛേദത്തിനേക്കാൾ വലുത് ആണെങ്കിൽ, അംശം ഛേദത്തിനേക്കാൾ വലുതാണെങ്കിൽ, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ന്യൂമറേറ്ററാണ് വലുതെങ്കിൽ അത് വിഷമ ഭിന്നമാണ്. ഒരു ഭിന്നസംഖ്യയുടെ അംശം, നമ്മൾ അംശത്തിനെയാണ് ആദ്യം പറയുക. അംശം മുകളിൽ എഴുതുന്നത് താഴെ എഴുതുന്നതിനേക്കാൾ വലുതാണെങ്കിൽ, നല്ലോണം ഓർത്ത് വെക്കണം, മുകളിൽ എഴുതുന്നത് ചെറുതാണെങ്കിൽ സാധാരണ ഭിന്നമാണ്, മുകളിൽ എഴുതുന്നത് വലുതാണെങ്കിൽ അത് വിഷമ ഭിന്നമാണ്. വിഷമ ഭിന്നത്തിന്റെ വില എപ്പോഴും 1ൽ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഭിന്നസംഖ്യയുടെ വില പറയുമ്പോൾ സാധാരണ ഭിന്നമാണെങ്കിൽ സാധാരണ ഭിന്നത്തിന് എങ്ങനെ മനസ്സിലാക്കാം? അംശം ചെറുതായിരിക്കും. സാധാരണ ഭിന്നം, ഏതൊരു സാധാരണ ഭിന്നമാണെങ്കിലും വില 1ൽ കുറവായിരിക്കും. ഏതൊരു വിഷമ ഭിന്നമാണെങ്കിലും വില 1ൽ കൂടുതലായിരിക്കും. ഓക്കെ, പറഞ്ഞ് പഠിച്ചുകൊണ്ട് എഴുതുക. നാലാമത്തെ തരം ഭിന്നസംഖ്യ. ഒന്നാമത്തെ തരം സാധാരണ ഭിന്നം, അംശം ഛേദത്തിനേക്കാൾ ചെറുത്. രണ്ടാമത്തെ തരം വിഷമ ഭിന്നം, അംശം ഛേദത്തിനേക്കാൾ വലുത്. മൂന്നാമത്തെ തരം ഭിന്നസംഖ്യ, അംശവും ഛേദവും തുല്യം ആയിരിക്കും. അംശം ചെറുതാണെങ്കിൽ വില 1നേക്കാൾ ചെറുത്. അംശം വലുതാണെങ്കിൽ വില 1നേക്കാൾ വലുത്. അംശവും ഛേദമാവും തുല്യമാണെങ്കിൽ വില 1 തന്നെ. അപ്പോൾ 1ന് സമാനമായ ഭിന്നം, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. 1ന് സമാനമാണത്, 1ന് തുല്യമാണത്. അപ്പോൾ 1ന് സമാനമായ ഭിന്നം എന്താണ്? ഒരു ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയാൽ, ഒരേ നമ്പർ ആയാൽ അത് 1ന് സമാനമായ ഭിന്നമാണ്. വില 1 തന്നെയായിരിക്കും. എക്സാമ്പിൾ 4/4, 5/5, 10/10, 1/1, 100/100 എന്ത് വേണമെങ്കിലും പറയാം. അംശവും ഛേദവും തുല്യമായിരിക്കണം. ഓക്കെ, വൃത്തിയായി പറഞ്ഞ് പഠിച്ചുകൊണ്ട് എഴുതുക.
നാലാമത്തെ തരം ഭിന്നസംഖ്യയാണ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. ഒരു പൂർണ്ണസംഖ്യ, ഉദാഹരണത്തിന് ഒരു പൂർണ്ണസംഖ്യ 2, ഒരു ഭിന്നസംഖ്യ 3/5. അതായത് 2ന്റെ അത്രയും വലിപ്പത്തിൽ എഴുതരുത്, 3/5 അല്പം ചെറുതായിരിക്കണം. 2 അല്പം വലുതാക്കി എഴുതുക, 3/5 അല്പം ചെറുതാക്കി എഴുതുക. അല്ലെങ്കിൽ അത് 23/5 എന്ന് വായിച്ചു പോകും. ഇത് വായിക്കേണ്ടത് 2/3/5. വേറെ നോക്കുക, 7/1/4, 15/6/10, 8/1/2. പൂർണ്ണസംഖ്യയുടെ അത്രയും വലിപ്പം ഇല്ലാതെ ഭിന്നസംഖ്യ എഴുതണം. ഒരു പൂർണ്ണസംഖ്യ, അതിൻ്റെ കൂടി ഒരു ഭിന്നസംഖ്യ. ഈ രൂപമാണ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാകണമല്ലോ. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യ ഉണ്ടെങ്കിൽ 1 നിർബന്ധമാണ്, 1 അതിൽ കൂടുതലോ ഉണ്ടാവണം. അപ്പോൾ മിശ്രഭിന്നത്തിന്റെ വില എപ്പോഴും 1ൽ കൂടുതലായിരിക്കും. അപ്പൊ വില 1ൽ കൂടുതലായ 2 തരം ഭിന്നസംഖ്യകളുണ്ടല്ലോ. ഏതൊക്കെയാ? വിഷമഭിന്നത്തിന്റെ വില 1ൽ കൂടുതലാണ്, മിശ്രഭിന്നത്തിന്റെ വിലയും 1ൽ കൂടുതലാണ്. അപ്പോൾ 1ൽ കൂടുതൽ വിലയുള്ള 2 തരം ഭിന്നസംഖ്യകളുണ്ട്. മിശ്രഭിന്നവുമുണ്ട്, വിഷമഭിന്നവുമുണ്ട്. വില 1ൽ കുറവാണെങ്കിൽ സാധാരണ ഭിന്നം, വില 1 തന്നെയാണെങ്കിൽ 1ന് സമാനമായ ഭിന്നം, വില 1ൽ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് വിഷമഭിന്നമായിരിക്കും, ചിലപ്പോൾ മിശ്രഭിന്നമായിരിക്കും. കാരണം 2ന്റെയും വില 1ൽ കൂടുതലായിരിക്കും. അപ്പോൾ 4 തരം ഭിന്നസംഖ്യകളുണ്ടെന്നും ഓരോ തരം ഭിന്നസംഖ്യകൾ എന്താണെന്നും അവയുടെ വില എങ്ങനെയായിരിക്കുമെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം, ഒരു ഭിന്നസംഖ്യ തന്നാൽ അതിനെ ചിത്രം വരച്ച് പ്രദർശിപ്പിക്കാൻ കഴിയും. 4 തരം ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും. പിന്നെ ഓരോ തരം ഭിന്നസംഖ്യകളും എന്താണെന്നും അവയുടെ വില എന്താണെന്നും അവയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതാനും നമുക്ക് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വളരെ നന്നായി ഇന്ന് തന്നെ ഇത് പഠിച്ചു തീർക്കണം. ഉദാഹരണം 3/1/2, 8/4/5, 15/3/10. ഇതൊക്കെ മിശ്രഭിന്നത്തിന് ഉദാഹരണങ്ങളാണ്. സമയമെടുത്ത് ഇന്ന് സ്കൂളിൽ നിന്നും പോകണ്ടല്ലോ, നാളത്തേക്ക് സ്കൂളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നന്നായി ഇത് പഠിക്കുക. പട്ടിക ചൊല്ലി നോക്കണം. കണക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പട്ടിക എന്ന് ഓർക്കണം. ചില കുട്ടികൾ പട്ടിക പഠിക്കാൻ പറ്റാത്തവർ ബുദ്ധിമുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് മക്കളെ. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. നാളത്തെ ക്ലാസ് ഉണ്ടാകും. ശനിയാഴ്ച സ്കൂളിൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. 3 ദിവസവും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നോട്ട് നിർബന്ധമായും ഞായറാഴ്ച തന്നെ കാണിക്കണം. ഓക്കെ, താങ്ക് യു.